ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു മീഡിയ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിൻ്റെ അകത്ത് കമാൻഡ് ഐ, വിൻഡോസിലാണെങ്കിൽ എന്താണ് കൺട്രോൾ ഐ അടിച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് എന്നുള്ളൊരു മെനു വരും. അതായത് നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് മീഡിയ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഷോർട്ട് കട്ടാണ് കമാൻഡ് ഐ ഓർ കൺട്രോൾ ഐ. അപ്പോൾ നമുക്ക് മീഡിയ ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ മാത്രമാണോ ചെയ്യുക? അല്ല, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇമ്പോർട്ട് ഫയൽ ഉണ്ട്, ഇമ്പോർട്ട് മൾട്ടിപ്പിൾ ഫയലുകളുണ്ട്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഇതിൽ ഇമ്പോർട്ട് ഫയൽ കൊടുത്താൽ മതി. അതിൻ്റെ ഷോർട്ട് കട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. ഷോർട്ട് കട്ട് മറന്നുപോയാൽ എന്ത് ചെയ്തത്, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക, ഇമ്പോർട്ട് എന്താണെന്ന് നോക്കുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ കമാൻഡ് ഐ ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ഐ. ഇത് ഇവിടുന്ന് മാത്രമാണോ ആഡ് ചെയ്യാൻ പറ്റുക? അങ്ങനെയല്ല, ഇനിയും ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫയലിൽ വരിക, ഇവിടെ നമുക്ക് ഇമ്പോർട്ട് കാണാൻ പറ്റും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ട് കണ്ടാവുക, ഇവിടെ ഇമ്പോർട്ട് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രീതിയിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ചുരുക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാലോ ഇനിയുണ്ട് രീതികൾ. നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഫൈൻഡർ ഓർ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മീഡിയ, ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാണ്. നമ്മൾ തന്നെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നു, ഇവിടുന്ന് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അടുത്ത ഇമ്പോർട്ടിംഗ് മെത്തേഡ് ഉണ്ടോ? ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഏതാണ്? ഈ രീതിയിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ഫയലുകൾ ആഡ് ചെയ്യണമെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾഡറിൻ്റെ അകത്ത് വരിക, നമുക്ക് വേണ്ട ഭാഗങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്ക് കൂടുതൽ ഫയലുകൾ അവിടെ ഇവിടുന്ന് പെറുക്കിയെടുക്കണമെങ്കിൽ കമാൻഡ് അല്ലെങ്കിൽ കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതേപോലെ അവിടെ എവിടെയൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇട്ടാൽ മതി. ഇതേപോലെ നമുക്ക് വീഡിയോസ് ആഡ് ചെയ്യാം, ഫോട്ടോസ് ആഡ് ചെയ്യാം, ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ മേലെ കാണാനും പറ്റും ഏതാണ് ആ വീഡിയോ എന്നുള്ളത്. കണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇമ്പോർട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ.